പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തേക്കാർ മേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന് ശേഷം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം ഒരു ഭൂതഗ്രസ്തനെ കാണുന്നു. ഭൂതബാധിതനായൊരു മനുഷ്യൻ, സുബോധമില്ലാത്തൊരു മനുഷ്യൻ. അവൻ പാർക്കുന്നത് കല്ലറകളിലാണ്. അവൻ ഗന്നേസരത്ത് തടാകത്തിൻ്റെ ഒരു കരയിൽ നല്ല പാറക്കെട്ടുള്ള ഒരു ഭാഗമുണ്ട്. വലിയ വലിയ പാറകൾ. അവിടെ അടുത്ത് പടക്, ബോട്ട് അടുക്കാനുള്ള ചെറിയ സൗകര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ ബോട്ട് അടുത്താലും കടന്നു പോകാൻ പറ്റിയ നല്ല വഴികളില്ല. യേശു പടകിൽ അക്കരെ നിന്ന് ഈ ഭയങ്കരമായൊരു ശബ്ദം, ഉഗ്രമായൊരു ശബ്ദം യേശു കേട്ടു. കേൾക്കാൻ പറ്റുന്നതല്ല, പക്ഷേ സൃഷ്ടാവായതുകൊണ്ട് യേശു കേട്ടു. അത്യുന്നതനായ ദൈവമായതുകൊണ്ടാണ് കേട്ടത്. ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ്റെ നിലവിളി യേശു അവിടെ കേട്ടു. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ നിലവിളി ആ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഓടിയും ചിലപ്പോൾ വീണും ചിലപ്പോൾ ശരീരമാസകലം മുറിഞ്ഞ് എഴുന്നേറ്റ് പിന്നെയും ചാടിയും ഉച്ചത്തിൽ നിലവിളിച്ചും കൂകിയും വിളിച്ചും പോകുന്ന ആ മനുഷ്യൻ്റെ നിലവിളി, ഭൂതഗ്രസ്തൻ്റെ നിലവിളി യേശു അക്കരെ കേട്ടു. ഏതാണ്ട് 20 നാഴിക ദൂരമുണ്ട് ആ ഭാഗത്ത് ഗന്നേസരത്ത് തടാകത്തിന്. ഇത്രയും ദൂരെ ശബ്ദം കേൾക്കുകയില്ലല്ലോ. പക്ഷേ ഒരു ആവശ്യക്കാരൻ്റെ നിലവിളി യേശു കേൾക്കും. ഹൃദയം തകർന്ന് കരയുന്ന ഒരാളുടെ നിലവിളി യേശു കേൾക്കും. ഭൂതഗ്രസ്തൻ, അവന് സുബോധമില്ല, പക്ഷേ അവൻ്റെ ആ കൂക്കലും നിലവിളിയും അവൻ്റെ ആ ഗർജനവും അട്ടഹാസവും യേശു ദൂരെ കേട്ടു. യേശുവിൻ്റെ ഉള്ളലിഞ്ഞു. ഒട്ടും താമസിച്ചില്ല, യേശു പടകിൽ കയറി അക്കരയ്ക്ക് പോയി. ഇടയ്ക്ക് കൊടുങ്കാറ്റ് ഊതി, ചുഴലിക്കാറ്റ് വീശി പടക് മുങ്ങാറായി. പക്ഷേ കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. ഇക്കരെ എത്തിയപ്പോൾ അപ്പോഴുണ്ട് ഈ ഭീകരൻ അവിടെ നിൽക്കുന്നു. ഭയങ്കരനായ മനുഷ്യൻ. നാടിന് പേടി സ്വപ്നമാണ്. ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. കുട്ടികൾക്ക് മാത്രമല്ല, പ്രായമായവർക്ക് പോലും ആ വഴിയെ നടക്കാൻ പേടിയാണ്. ഇവൻ എപ്പോഴാണ് ഓടി വന്ന് ആക്രമിക്കാമെന്ന് അറിയാൻ പാടില്ല. വളരെ വയലൻ്റാണവൻ, അപകടകാരിയാണവൻ. ഭ്രാന്ത് ബാധിച്ച് സുബോധം കെട്ട് ആരെയും ഉപദ്രവിക്കും. തന്നെത്താൻ കല്ലുകൊണ്ട് ചതയ്ക്കുകയും ചെയ്യും. വേദനിക്കഞ്ഞിട്ടില്ല, പക്ഷേ സുബോധമില്ല. പാവം, വസ്ത്രം ധരിക്കുന്നില്ല, നഗ്നനാണ്, പൂർണ്ണ നഗ്നനാണ്. എത്ര ദയനീയമാണ് അവൻ്റെ സ്ഥിതി. അവൻ നഗ്നതാ ബോധമില്ല. ഞാൻ നഗ്നനാണെന്ന് അവൻ അറിയുന്നില്ല, ലജ്ജയില്ല. സുബോധം, അത്രമാത്രം സുബോധം പോയിരിക്കുകയാണ്. അവനെ ആരെങ്കിലും പിടിക്കാൻ നോക്കിയാലോ പിടികൊടുക്കുകയില്ല. എന്നാൽ കുറേ പേര് കൂടി ചെന്ന് പിടിച്ചു നോക്കി. പിടിച്ച് കാലിൽ ചങ്ങല ഇട്ട് നോക്കി. അത് ചങ്ങല വലിച്ചു പൊട്ടിച്ചു. അത്ര ശക്തനാണവൻ. കയ്യിൽ വിലങ്ങിട്ട് നോക്കി. വിലങ്ങ് ഉരുമി അവൻ ഒടിച്ചു കളഞ്ഞു. അവൻ കല്ലറകളിൽ രാത്രിയൊന്നും ഉറക്കമില്ലല്ലോ, രാത്രി ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കും. എന്തൊരു ദയനീയമായ സ്ഥിതിയാണ്. സുബോധം പോയ ആ ഒരു മനുഷ്യൻ. സഹോദരങ്ങളെ, നമ്മിൽ പലരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരിട്ടൊരു പക്ഷേ കണ്ടിട്ടില്ല എങ്കിലും നാം കേട്ടിട്ടില്ലേ? അല്ല, നേരിട്ട് അനുഭവിക്കുന്നവരില്ലേ? മദ്യപിച്ച് സുബോധമില്ലാതെ ഭർത്താവ് വീട്ടിൽ വന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് അറിയാൻ പാടില്ല. വസ്ത്രബോധമില്ലാതെ നടന്ന്, വസ്ത്രമില്ല എന്ന് പോലും അറിയാതെ ഛർദിലും അതുപോലെ മൂത്രത്തിലും കിടന്ന് ഉരുണ്ട് ആരോ കൊണ്ടുവന്ന് അവിടെ വരാന്തയിലോ മുറ്റത്തോ ഇട്ടിട്ട് പോയി. അങ്ങനെ ദയനീയമായ സ്ഥിതിയിൽ കഴിയുന്ന ആളുകളില്ലേ? സുബോധമില്ലാതെ ഭാര്യയെ ഉപദ്രവിക്കുന്നവരില്ലേ? സാധു സ്ത്രീ കരയല്ലാതെ എന്ത് ചെയ്യും? കരയും. എന്ത് ചെയ്യാൻ പറ്റും? തലമുടിക്ക് കുത്തിപ്പിടിച്ച് ചുമരിലേക്ക് തല ഇടിക്കുന്നു, തല പൊട്ടി ഒഴുകുന്നു. അതല്ലെങ്കിൽ പാവം ആ സ്ത്രീയുടെ വയറിലേക്ക് ആഞ്ഞ് തൊഴിക്കുന്നു. ആ സ്ത്രീ ബോധരഹിതയായി വീഴുന്നു. ഭാര്യയാണ്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സുബോധമില്ല പാവം. സ്നേഹം മദ്യപിക്കാത്തപ്പോൾ നല്ല സ്നേഹമാണെന്ന് സുബോധമാണ്, ഒരു കുഴപ്പമില്ല. എന്നും രാവിലെ എഴുന്നേറ്റ് സുബോധം വരുമ്പോൾ പറയും, അയ്യോ ഞാൻ നിന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചു പോയല്ലേ, ഞാൻ നിന്നെ വല്ലാതെ അടിച്ചു പോയല്ലേ, നീ എന്നോട് ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഇന്നടുത്താണെന്നോ ഇന്നയാളാണെന്നോ ഞാൻ പറയുന്നില്ല. നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നെ വല്ലാതെ ഉപദ്രവിച്ചു പോയല്ലേ, ഇനി ഞാൻ കുടിക്കില്ല കേട്ടോ, ഇനി മദ്യപിക്കില്ല. ഈ മദ്യമാണ് എന്നെ നശിപ്പിക്കുന്നത്. അന്നും വൈകുന്നേരം പോകും.
ആ ഭാര്യ പറയുകയാണ്, സാറേ അന്ന് വൈകുന്നേരവും പോകും, കുടിക്കില്ലെന്ന് പറഞ്ഞ ദിവസവും പോകും, ആരോ വലിച്ചുകൊണ്ട് പോകുന്നവരെ പോകുന്നു, ആരും വലിച്ചിട്ടില്ല, ഏതോ ഒരു ശക്തി അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോവുകയാണ്. സാറേ വിറ്റ് വിറ്റ് കുടിച്ച് മുടിച്ചു. കുറച്ച് തെങ്ങും പറമ്പുണ്ടായിരുന്നു വിറ്റു, കുറച്ച് റബ്ബറുണ്ടായിരുന്നു വിറ്റു, പറമ്പിൽ കുറേ അധിഭാഗവും വിറ്റു. ഇപ്പോൾ വന്ന് കിടപ്പാടത്തിൻ്റെ കഴുക്കോല് പോലും വലിച്ച് വിറ്റു, ഒരു ഭാഗത്തെ ഓടിളക്കി വിറ്റു. ഇനി കുറച്ചേ ഉള്ളൂ വിൽക്കാൻ. സാറേ എന്ത് ചെയ്യും? എൻ്റെ ഈ കുഞ്ഞും ഞാനും എന്ത് ചെയ്യും? ഭാവി എങ്ങനെ? മനസ്സുഷ്ണിക്കുന്ന ജീവിതങ്ങൾ, ഭയപ്പാടിൽ ഉറങ്ങാൻ പറ്റാത്ത ജീവിതങ്ങൾ, പേടിയിൽ വിറച്ച് കഴിയുന്ന ജീവിതങ്ങൾ ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെയെല്ലാം? അല്ല, നിങ്ങൾ ചിലർ അനുഭവിക്കുന്നുണ്ടോ ഇങ്ങനെയെല്ലാം? ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും ഒരുപക്ഷെ ഇതുപോലെ നരക ദുരിതം ഭൂമിയിൽ അനുഭവിക്കുന്നവർ കാണും. നരകം ഭൂമിയിൽ. ദൈവത്തിന് സ്തോത്രം. മദ്യം ഒരു പിശാചാണ്. മദ്യം ഒരു വിഷമാണ്, ഭീകരമായ വിഷം. വിഷം കുടിച്ചാൽ പെട്ടെന്ന് ചത്തുപോകും. പക്ഷേ ഈ മദ്യമാകുന്ന വിഷം കുടിച്ചാൽ പെട്ടെന്ന് ചാകുകയില്ല, ഇഞ്ചിഞ്ചായി ചാകും, കുറേശ്ശെയായി ചാകും. എന്തിന് നമ്മുടെ കരൾ നശിപ്പിക്കണം? നമ്മുടെ കരൾ എന്തിന് ദ്രവിച്ചു പോകാൻ ഇടവരുത്തണം? നമ്മുടെ ആമാശയത്തിൽ രോഗം എന്തിന് വരുത്തി വയ്ക്കണം? എന്തിന് നമ്മുടെ ശരീരം സുന്ദരമായി സൂക്ഷിക്കേണ്ട ശരീരം, രോഗമില്ലാതെ സൂക്ഷിക്കേണ്ട ശരീരം എന്തിന് നാം രോഗഗ്രസ്തമാക്കി തീർക്കണം? സുബോധം പോകുകയാണ് ബോധഗ്രസ്തനായ മനുഷ്യൻ. ഭാവനയിൽ DL മൂടി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ വീട്ടിൽ പാവം ഭാര്യയും കുഞ്ഞുങ്ങളും പേടിയിലാണ്, പേടിച്ചരണ്ട് കഴിയുകയാണ്. ഇദ്ദേഹം എങ്ങാൻ വീടിൻ്റെ പരിസരത്ത് കൂടി വരുന്ന ശബ്ദം കൊണ്ട് കേൾക്കാം. ശബ്ദം കേൾക്കുമ്പോഴേക്കും പിള്ളേരെ വാതിലടയ്ക്കും, വാതിലടച്ച് കുറ്റിയിടും. അമ്മയും മക്കളും എല്ലാം പേടിച്ച് വിറച്ചവിടെ കഴിയും. വന്നാൽ വീട്ടിൽ കയറിയാൽ ഉപദ്രവമാണ്. ആ കുടുംബമാകെ മുടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മുടിഞ്ഞ കുടുംബം. സഹോദരങ്ങളെ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊരു വേദന വരുന്നുണ്ടോ? അനേക കുടുംബങ്ങൾ മുടിഞ്ഞു കിടക്കുന്നു, അനേക തറവാടുകൾ മുടിഞ്ഞു കിടക്കുന്നു. ആഠ്യത്വമുള്ള തറവാടുകൾ മുടിഞ്ഞുപോയി, ആഭിജാത്യമുള്ള തറവാടുകൾ മുടിഞ്ഞുപോയി, കുലീനത്വമുള്ള കുടുംബങ്ങൾ തകർന്നുപോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേദനയുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ മദ്യപിശാച് എത്ര പേരെ വിഴുങ്ങിക്കഴിഞ്ഞു, എത്ര പേര് നശിപ്പിച്ചു കഴിഞ്ഞു? ഭൂതഗ്രസ്തനെ പോലെ അലറുന്ന ജീവിതങ്ങൾ, ഭൂതഗ്രസ്തനെ പോലെ സുബോധമില്ലാതെ കഴിയുന്ന ജീവിതങ്ങൾ. പാവം ഭാര്യ കെട്ടുതാലി പോലും വിറ്റു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? അവർക്ക് ജീവിക്കണ്ടേ? കഞ്ഞി കുടിക്കണ്ടേ? ആ സ്ത്രീ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നു. ഭർത്താവ് ജോലിക്കൊന്നും പോവില്ല. പിന്നെ കുടിക്കാൻ പൈസ വേണ്ടേ? അവളുടെ ആഭരണങ്ങൾ ഒന്നൊന്നായി ഊരി പഠിച്ചു, എല്ലാം വിറ്റു, കുടിച്ചു തീർക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കുമോ? കർത്താവേ, ഈ മദ്യം എന്നെ തൊടുകയില്ല, മദ്യം ഞാൻ തൊടുകയില്ല, മദ്യം എന്നെ തൊടുകയില്ല, ഞാൻ മദ്യത്തെ തൊടുകയില്ല. എത്ര കമ്പനീസ് ആയാലും കൂട്ടുകാർ കൂടി ഒന്ന് വിളിച്ചാലും ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും വേണ്ട, എനിക്ക് ഈ പിശാചിനെ വേണ്ട. അത്രയെങ്കിലും നിങ്ങൾക്ക് തീരുമാനം എടുക്കാമോ? കോപിച്ച് വിറളിവുണ്ട്, വിറഞ്ഞ് ഉറഞ്ഞു തുള്ളി കലിവുണ്ട്, എന്തെല്ലാമോ വിളിച്ചു പറയുന്ന ആഭാസങ്ങളോ ഹീനമായ വാക്കുകളോ വിളിച്ചു പറയുന്ന എത്രയോ ആളുകളുണ്ട്. എല്ലാം മദ്യപിശാചിൻ്റെ മാത്രമല്ല, മദ്യമില്ലാത്തവരും ചിലർ കോപിച്ച് കലി കൊണ്ട് വിറച്ച് എന്തെല്ലാമോ ഒക്കെ വിളിച്ച് പറയും. ഇന്ന് പലതരത്തിലുള്ളതായ ഭ്രാന്തുകൾ മനുഷ്യനെ ബാധിച്ചിരിക്കും തോന്നുന്നു. മതഭ്രാന്ത്, കക്ഷിഭ്രാന്ത്, കോപഭ്രാന്ത്, പിന്നെന്തെല്ലാമാണ് പലതരത്തിലുള്ളതായ ഭ്രാന്തുകൾ. മനുഷ്യനായി ജീവിക്കരുതോ? മനുഷ്യനായി ജീവിക്കാൻ പഠിക്കണ്ടേ? ഞാൻ വായിച്ചു, പുത്തേഴത്ത് രാമമേനോൻ എഴുതിയ ധന്യനായ ഒരു നല്ല ഗ്രന്ഥകാരനാണ്. അദ്ദേഹം എഴുതിയ മനുഷ്യൻ എന്നുള്ള പുസ്തകം ഞാൻ വായിച്ചു. ഞാൻ രോമാഞ്ചമണിഞ്ഞു. എത്ര നല്ല ആശയങ്ങൾ, എത്ര മനോഹരമായ ആശയങ്ങൾ. മനുഷ്യനായി തീരട്ടെ, മനുഷ്യനായി ജീവിക്കാൻ പഠിക്കട്ടെ. അവൻ മൃഗമായി തീരരുത്, അവൻ പിശാചായി മാറരുത്. അനേകരിന്ന് പിശാചായി മാറുന്നു, അനേകരിന്ന് മൃഗമായി മാറുന്നു. മൃഗീയ വാസനകളുണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ, ശരിയാണ്. പക്ഷേ ആ മൃഗീയ വാസനകളെല്ലാം തൂത്തെറിഞ്ഞ് അവിടെയെല്ലാം സ്വർഗീയ കൃപയുടെ പരിശുദ്ധമായി സുഗന്ധം പകരുവാൻ ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് കഴിയും. നിങ്ങൾ വിശ്വസിക്കൂ. യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിന് അവിടെ വിശുദ്ധിയുടെ സുഗന്ധം പകരാൻ സാധിക്കും, അവിടെ സ്നേഹത്തിൻ്റെ സുഗന്ധം പകരാൻ സാധിക്കും,
സ്നേഹം കൊണ്ട് ഹൃദയം നിറയട്ടെ. ഗോകുൽത്തായിലെ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും സ്നേഹത്തിൻ്റെ ഉറവയായി തീരണം. സ്നേഹം മനുഷ്യത്വം തമ്മിൽ കുതിച്ചു വരണം, മനുഷ്യത്വം തമ്മിൽ ഉറന്നു വരണം, മാനുഷികത്വത്തിൻ്റെ ശാശ്വത മൂല്യങ്ങൾ തമ്മിൽ നിറഞ്ഞു വരണം. നമ്മുടെ ജീവിതം മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് നിറഞ്ഞു വരണം, ദൈവിക മൂല്യങ്ങളായി മാറി വരണം. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ അവൻ കല്ലറയിലാണ് പാർക്കുന്നത്. അവൻ ഗർജിക്കും. ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്നെത്താൻ ചതച്ച് ആസകലം മുറിവേൽപ്പിച്ച് കൂവി വിളിച്ചുകൊണ്ട് നടക്കും. അവൻ്റെ അരികിലേക്കാണ് യേശു വന്നത്. അതൊരു നല്ല വാർത്തയാണ്. ഈ ദുഷ്ടനായ പൈശാചിനിട്ട് ഞെരിക്കുന്ന മനുഷ്യൻ്റെ നേരെ ഇതാ സൗമ്യനായ ഒരാൾ നടന്നു വരുന്നു. സ്നേഹിത, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ നേരെ യേശു വരുന്നുണ്ട്. നിൻ്റെ ഹീനമായ സ്വഭാവമുള്ള, നിൻ്റെ മലിനമായ സ്വഭാവമുള്ള, നിൻ്റെ ഹൃദയത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങളെല്ലാം അശുദ്ധമായിട്ടുള്ള നിൻ്റെ നേരെ ഇതാ യേശു നടന്നു വരുന്നു. മകനെ, നിൻ്റെ ഉള്ളിലുള്ള പൈശാചിക ശക്തിയെ മാറ്റാൻ യേശു നിൻ്റെ നേരെ നടന്നു വരുന്നു. നിൻ്റെ ഉള്ളിലുള്ള 6000 ഭൂതങ്ങളെ ഒഴിവാക്കി തരാൻ യേശു ഇതാ നടന്നു വരുന്നു. ഒരു ലഗിയോൻ 6000 എണ്ണമാണ്. 6000 ഭൂതങ്ങളാണ് ഈ ഒറ്റ മനുഷ്യക്കാരന് കടന്നു കൂടിയത്. ഈ 6000 ഭൂതങ്ങളെ ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ യേശു ഇതാ നിൻ്റെ നേരെ നടന്നു വരികയാണ്. സ്നേഹിത, നിൻ്റെ നേരെ യേശു നടന്നു വരികയാണ്. മകളെ, നിൻ്റെ നേരെ യേശു നടന്നു വരികയാണ്. യേശു നടന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റെല്ലാവരും പേടിച്ചിരിക്കുന്നു, പക്ഷേ യേശുവിന് പേടിയില്ല. കാരണം യേശു ദൈവമാണ്. യേശു നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കും പേടിയുണ്ടാവില്ല. ഏത് ദുഷ്ടശക്തിയുടെ നേരെ പോകാൻ നിനക്ക് പേടിയുണ്ടാവില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പേടിച്ചിരിക്കുമ്പോൾ യേശു എൻ്റെ നേരെ നടന്നു ചെന്നു. യേശു പറഞ്ഞു, അശുദ്ധാത്മാവേ, ഇവനെ വിട്ടുപോ എന്ന് പറഞ്ഞു. എത്ര അധികാരത്തോടെയുള്ള വാക്കുകളാണ് യേശു പറയുന്നത്. അധികാരത്തോടെ. അശുദ്ധാത്മാവേ, ഇവനെ വിട്ടുപോ. അവൻ ഞെളിവരിക്കൊണ്ടു. പോകണമല്ലോ, അധികാരമുള്ളവൻ കൽപ്പിച്ചാൽ പോകണമല്ലോ. പിശാചുക്കൾ വിറച്ചു. അകത്തിരിക്കുന്ന 6000 ഭൂതങ്ങൾ വിറച്ചു. അവർ പറഞ്ഞു, എന്നാൽ ഞങ്ങളെ പറഞ്ഞു വിടുകയാണെങ്കിൽ ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കാമോ? ഈ യേശു അനുവദിച്ചു. പന്നിക്കൂട്ടം, പിശാചുക്കളെല്ലാം കൂടി, ദുരാത്മാക്കൾ, ഭൂതാത്മാക്കളെല്ലാം കൂടി പന്നിക്കൂട്ടത്തിൽ കയറി പന്നിക്കൂട്ടം ഓട്ടം തുടങ്ങി. എങ്ങോട്ടാ ഓടുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ മനുഷ്യർ പലരും എങ്ങോട്ടാണ് ഓടുന്നത് അറിഞ്ഞിട്ടാണോ ഓടുന്നത്? ഈ പോക്ക് എങ്ങോട്ടാണെന്ന് വല്ലവരും ചിന്തിക്കുന്നുണ്ടോ? ഈ രീതിയിൽ പോയാൽ എവിടെ ചെന്നെത്തുമെന്ന് ചിന്തിക്കാറുണ്ടോ? എങ്ങോട്ടെന്നറിയാതെ ഓടുന്നു, ചെന്ന് ചേരുന്നതോ കടലിലേക്ക്. കടലിൽ ചെന്ന് വീഴുന്നു, വീർപ്പ് മുട്ടിച്ചാകുന്നു. ചാകാനുള്ള ഓട്ടമാണെന്ന് അറിയുന്നില്ല, നശിക്കാനുള്ള ഓട്ടമാണെന്ന് അറിയുന്നില്ല, അപകടത്തിലേക്കുള്ള ഓട്ടമാണെന്ന് അറിയുന്നില്ല, അനർത്ഥത്തേക്കുള്ള ദ്രുതഗതികളുടെ പ്രയാണമാണെന്ന് അറിയുന്നില്ല. സ്നേഹിതരെ, അനേകരും നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, നാശത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജീവനുള്ള ക്രിസ്തു ഇതാ ഈ മനുഷ്യനെ, അവനെ സുബോധമുള്ളവനാക്കി തീർത്തു. അവൻ സുബോധമുള്ളവനായി തീർന്നു. പെട്ടെന്ന് അവന് സുബോധം വന്നപ്പോൾ നാണം. അയ്യോ, ഒന്നും എടുത്തിട്ടില്ലല്ലോ, ശരീരം വസ്ത്രമൊന്നും ഇല്ലല്ലോ. കർത്താവിൻ്റെ ശിഷ്യന്മാർ വിവേകം കൊണ്ടുവന്ന് അവനെ വസ്ത്രം ധരിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ചില അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ കർത്താവിനോട് ചേർന്ന് തക്ക സമയത്ത് പ്രവർത്തിക്കാൻ കർത്താവിൻ്റെ ശിഷ്യന്മാരുള്ളത് എന്തൊരു ഭാഗ്യം. അങ്ങനെ ശിഷ്യന്മാരായാൽ പോരെ നമുക്ക്? കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് ലോകത്ത്, ചില ദേശങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. തക്ക സമയത്ത് കർത്താവിൻ്റെ കരത്തിന് ഒരു താങ്ങായി നിൽക്കാൻ, തക്ക സമയത്ത് ചില ആത്മാക്കൾക്ക് വസ്ത്രം ഉടുപ്പിക്കാൻ, തക്ക സമയത്ത് സുബോധം കിട്ടുന്നവർക്ക് ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ, കർത്താവേ ഞാനിവിടെയുണ്ട്, യേശുവേ ഞാനിവിടെയുണ്ട്, ഞാൻ നിന്നുകൊള്ളാം, കർത്താവേ ഈ വസ്ത്രം ധരിക്കാൻ, കൈവശം വസ്ത്രം ഇല്ലാത്തവന് വസ്ത്രം കൊടുക്കാൻ ഞാനുണ്ട് കർത്താവേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സമർപ്പണങ്ങൾ ഉരുത്തിരിഞ്ഞു വരട്ടെ. സമർപ്പണങ്ങളും പ്രതിഷ്ഠകളും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ. നിങ്ങൾ ദൈവത്തോട് പറയുകയും ദൈവത്തോട് വാക്ക് പറയുകയും, കർത്താവേ ഞാനിതാ നിൻ്റെ ഇഷ്ടം ചെയ്യാനിതാ വരുന്നു, ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു. ദൈവത്തിന് സ്തോത്രപ്പോൾ കർത്താവ് പറയും, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാനിതാ വരുന്നു. പറയണം, കർത്താവേ നിൻ്റെ ഇഷ്ടം
നിവർത്തിപ്പാൻ, നിൻ്റെ ഹിതം നിവർത്തിപ്പാൻ ഞാനിതാ വരുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം പ്രാപിക്കണമോ എങ്കിൽ നിങ്ങൾ നീതിയെ ഇഷ്ടപ്പെടുക, ദുഷ്ടതയെ ദ്വേഷിക്കുക, കർത്താവിൻ്റെ ഹിതം നിറവേറ്റുക. വസ്ത്രം കൊടുത്തു. കർത്താവ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. കാരണം നാട്ടുകാരെല്ലാം കൂടി ഓടിക്കൂടി വന്നു. യേശുവേ, ഇത് ഞങ്ങൾക്ക് പ്രശ്നമായി. നീ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ പന്നിക്ക് നഷ്ടം വന്നു. നീ ഇവിടെ നിന്ന് വേഗം പോയാൽ മതി. ആളുകൾക്ക് അത് മതി. ഒരു പാവപ്പെട്ട സുഖം കിട്ടിയത് അവർക്ക് വിഷയമല്ല. ഇതങ്ങനെയല്ലേ? സ്വന്തം പൈസയും സ്വന്തം നിലവാരവും നിലനിർത്താൻ വേണ്ടിയാണ് സത്യസുവിശേഷത്തെ എതിർക്കുന്നത്. നിർമ്മല സുവിശേഷത്തെ എതിർക്കുന്നതിന് വേണ്ടി സ്വന്തം ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്താൻ തടസ്സമാകുമോ എന്ന്. അതുകൊണ്ട് നീ ഒന്ന് വേഗം പോയാൽ മതി. നീ വേണമെങ്കിൽ സഭ വിട്ട് പോയിക്കോ. ഈ കൂട്ടർ സഭ വിട്ട് പോയാൽ മതിയായെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ കൂട്ടർ ഈ സഭയിൽ തന്നെ നിൽക്കുന്നതാണ് കുഴപ്പം. സഭ മാറണ്ട, സമുദായം മാറണ്ട എന്നൊക്കെ പറയുന്ന ഈ കൂട്ടർ അവർക്ക് വിശ്വാസ വിരീതികളാണ്. അവരൊക്കെ സഭ വിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്ന മഹാന്മാരുണ്ട്. ക്ഷമിക്കണം, മഹാന്മാരെന്ന് പറഞ്ഞ വാക്ക് അല്പം ഒരു ചോദ്യചിഹ്നത്തോടുകൂടിയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ കേൾക്കൂ, ഇങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം ഇവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ നിൻ്റെ കൂടെ പോരുകയാണ്. നീ പോവുകയാണെങ്കിൽ ഞാനും കൂടെ പോരുകയാണ്. അല്ല മോനെ, നീ ഒരു കാര്യം ചെയ്യാം. എന്നെ ഇവർക്ക് വേണ്ട. ഇവിടെ ഇനി എന്നെക്കുറിച്ചൊരു അക്ഷരം വേണ്ട ഇവിടെ ആരുമില്ല. നീ ഒരാൾ നിനക്ക് ലഭിച്ച കാര്യം പറയാൻ ഇവിടെ സത്യസാക്ഷിയായി നിൽക്ക്. നീ ഒരാൾ ഈ ദേശത്ത് നിൽക്ക്. സത്യത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ നീ ഒരാൾ ഇവിടെ നിൽക്ക്. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ, ആ മനുഷ്യൻ നേരെ വീട്ടിലേക്ക് പോയി. അവൻ്റെ വീട് അവന് ഓർമ്മയുണ്ട്. അവൻ എത്ര ദിവസമായി വീട്ടിൽ പോയിട്ടാവോ? അവൻ്റെ മക്കളും ഭാര്യ അവനെ കണ്ടിട്ട് എത്ര ദിവസമായി കാണും? അവൻ നേരെ വീട്ടിലേക്ക് പോയ കാര്യം ഇവിടെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ D.L. മൂഡി തൻ്റെ പ്രസംഗത്തിൽ അതിനെക്കുറിച്ച് ഭാവനയിൽ ചിലത് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. വീട്ടിലേക്ക് ചെന്നു. അയ്യോ അമ്മേ അപ്പൻ വരുന്നു, അപ്പം വരുന്നു. പിള്ളേരെല്ലാം ഓടി അകത്ത് കയറി. അയ്യോ അമ്മേ വരുന്നു. ഏതാണ്ട് പേടിച്ച് വരണ്ട് പാവങ്ങൾ അകത്ത് കയറി. പിള്ളേരകത്ത് കയറി കട്ടിൽ കീഴെ ഒളിച്ചു. ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ വാതിലും ജനലെല്ലാം ഭദ്രമായി അടച്ച് നല്ല കുറ്റിയിട്ട് അങ്ങനെ പേടിച്ച് അകത്ത് നിൽക്കുകയാണ്. ഇദ്ദേഹം ഒന്ന് വാതിൽക്കൽ തട്ടി. അമ്മയെ തുറക്കല്ലേ പിള്ളേർ വിളിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, തുറന്നോ, പേടിക്കേണ്ട, ഞാൻ പഴയ ആളല്ല, ഞാൻ ആൾ മാറി. യേശു എൻ്റെ നേരെ വന്നു, യേശു എന്നെ തൊട്ടു, യേശു എനിക്ക് വസ്ത്രം തന്നു, യേശു എനിക്ക് സുബോധം തന്നു. നോക്കിക്കോ, നിങ്ങൾ നോക്കൂ, ഞാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് വരുമ്പോഴത്തെ പോലല്ല, ഞാൻ സുബോധത്തോടെയാണ് വരുന്നത്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. പിള്ളേർ പറഞ്ഞു, അമ്മേ സൂത്രമാണ് കേട്ടോ, അതങ്ങനെയൊക്കെ പറയും, അതെല്ലാം തന്ത്രമാണ്, നമ്മളെ ഉപദ്രവിക്കും, അമ്മയെ തുറക്കല്ലേ. അദ്ദേഹം ചുറ്റി നടന്ന് വിളിച്ചു. പേര് പറഞ്ഞ് വിളിച്ചു. ഞാൻ നിങ്ങളെ പേര് പറഞ്ഞ് വിളിക്കാറുണ്ടോ? ഇതിനു മുമ്പ് ഞാൻ ചീത്ത വാക്ക് പറഞ്ഞല്ലേ വിളിക്കാറ്. ഇപ്പോൾ ഞാൻ പേര് പറഞ്ഞ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് സുബോധം കിട്ടി, അതുകൊണ്ടാണ്. നിങ്ങൾ തുറന്നോ, പേടിക്കേണ്ട. അമ്മ ജനലൊന്ന് പയ്യെ തുറന്നു. ശരിയാണ്, എന്തൊരു വ്യത്യാസം! ഇതിനുമുമ്പ് വരുമ്പോഴുള്ള ആ മുഖത്തിൻ്റെ ഭീകരതയില്ല. ഭയങ്കരമായി പേടിപ്പെടുത്തുന്ന മുഖമല്ല ഇപ്പോഴ്, ശാന്തമായ മുഖം. ഇരുളടഞ്ഞ ആ മുഖം മാറി, ആ മുഖത്തിൻ്റെ അന്ധകാരം മാറി, മുഖത്ത് പ്രസന്നത കളിയാടുന്നു. തന്നെയല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു. പ്രകടമായ മാറ്റം കാണാം. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഈ മാറ്റം വന്നു? അവൾ പയ്യെ വാതിൽ തുറന്നു. അദ്ദേഹം വന്നപാടെ അവിടെ 2 കൈയും കൂട്ടിപ്പിടിച്ചു. നീ എന്നോട് ക്ഷമിക്കണം. 6000 ഭൂതങ്ങൾ എൻ്റെ അകത്ത് കയറിയിരുന്നു. എൻ്റെ പാപം കൊണ്ടാണ് ഈ ഭൂതങ്ങളൊക്കെ കയറിയത്. എൻ്റെ പാപ ജീവിതം കൊണ്ടാണ് ഭൂതങ്ങളെല്ലാം എൻ്റെ അകത്ത് കയറിയത്. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നെ വളരെ വേദനിപ്പിച്ചു പോയി. ഇനി എൻ്റെ ആയുസ്സിൽ ഞാൻ നിന്നെ ഉദ്രവിക്കില്ല കേട്ടോ. നമ്മുടെ മക്കളെവിടെയാണ്? പിള്ളേർ ഓരോരുത്തർ എഴുന്നേറ്റ് വന്നു. കട്ടിൽ കഴിയുന്ന ഓരോരുത്തർ എഴുന്നേറ്റ് വന്നു. അപ്പൻ അവരെല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. സന്തോഷം. വീട് സ്വർഗമായി. ഇന്നലെ വരെ നരകമായിരുന്ന വീട് ഇന്ന് സ്വർഗമായി മാറി. നിങ്ങളുടെ വീട് സ്വർഗമാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു നേരെ വരുന്നുണ്ട്. മോനെ, ഇതിൻ്റെ നേരെ യേശു വരുന്നുണ്ട്. സ്നേഹിത, അതിൻ്റെ നേരെ യേശു വരുന്നുണ്ട്. സഹോദരി, ഇതിൻ്റെ നേരെ യേശു വരുന്നുണ്ട്. യേശുവിൻ്റെ നേരെ വരുന്നത് നിനക്ക് സുബോധം തരാനാണ്. നിന്നെ ഉപദ്രവിക്കാനല്ല, നിൻ്റെ എന്തെങ്കിലും വാങ്ങാനല്ല, നിൻ്റെ പൈസ ചോദിക്കാനല്ല, നിൻ്റെ സമയം ചോദിക്കാനല്ല, നിൻ്റെ സമ്പത്ത് ചോദിക്കാനല്ല,
നിൻ്റെ സുഖസൗകര്യങ്ങൾ ചോദിക്കാനല്ല. യേശുവിന് അതൊന്നും വേണ്ട. യേശുവിന് വേണ്ടത് നിന്നെ തന്നെയാണ്. നിന്നെ അനുഗ്രഹിക്കാനാണ് യേശു വരുന്നത്. നിനക്ക് ശോഭനമായ ഭാവി തരാനാണ് യേശു വരുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാനാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിൻ്റെ അകൃത്യങ്ങളെല്ലാം പോക്കുവാനാണ്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നിൻ്റെ പാപക്കറകൾ കഴുകാനാണ്. യേശു ക്രിസ്തുവിൻ്റെ തിരക്തം ചിന്തിയത് നിൻ്റെ കഴിഞ്ഞ കാല ജീവിതം മാറ്റിമറിക്കാനാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിന്നെ ആകർഷിക്കുന്നത് നിൻ്റെ ഉള്ളിലുള്ള ദുരാത്മാക്കളെ പുറത്താക്കുവാനാണ്. ഇന്ന് നരക ജീവിതം നയിക്കുന്നവർക്ക് സ്വർഗ്ഗസമാന സുഖജീവിതം തരുവാനായി യേശു ക്രിസ്തു സമാധാനത്തിന് സന്ദേശമായി നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. യേശുവിനെ നിങ്ങൾ വിളിക്കുമോ ഇപ്പോൾ? യേശുവിനെ നിങ്ങൾ ക്ഷണിക്കുമോ ഇപ്പോൾ? നാഥാ, ഞാൻ പറയാതെ നീ എൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ ആവശ്യപ്പെടാതെ നീ എൻ്റെ അരികിലേക്ക് വന്നു. ഇന്ന് ഞാനിതാ എന്നെ തന്നെ നിൻ്റെ പാദപീഠത്തിലേക്ക് തരുന്നു. കർത്താവേ, നീ എനിക്ക് വേണ്ടി ത്യാഗമരണം മരിച്ച കുരിശിൻ്റെ ചുവട്ടിലേക്ക് എന്നെ തന്നെ ഞാൻ അർപ്പണം ചെയ്യുന്നു. എൻ്റെ ഭാവിയെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഇനി ഞാൻ എൻ്റേതല്ല, ഞാൻ നിൻ്റേതാണ്. ഇനി എനിക്ക് സ്വന്തം ഭാവിയില്ല. ഇനി എനിക്ക് യേശുവാണ്. ഈ ദേശത്തെല്ലാം യേശു നല്ലവരെന്ന് സാക്ഷിച്ചുകൊണ്ട് ഓടി നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കരുണയുള്ള കർത്താവേ, എനിക്ക് നിന്നെ സാക്ഷിക്കണം. എനിക്ക് നീ നല്ലവനാണെന്ന് പറയണം. യേശു എൻ്റെ അത്ഭുതം ചെയ്തു എന്ന് പറയണം. എൻ്റെ ജീവിതത്തിൽ വരുത്തിയ അത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു വരുത്തുമെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ഓടി നടക്കണം. സാക്ഷി ജീവിതം നയിക്കണം. സാക്ഷിയും ജീവിതം നയിച്ചുകൊണ്ട് കർത്താവേ, നിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തണം. യേശു രണ്ടാമത്തെ വരവിന് വേണ്ടി എനിക്ക് ഒരുങ്ങണം, അനേകരെ ഒരുക്കണം. യേശുവേ, എനിക്കതിന് ഭാഗ്യം തരണം. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? നിങ്ങൾ തന്നെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? ഉടയവനെ, എൻ്റെ ആയുസ്സ് അതിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്നു മുതൽ നാഥ, ഞാൻ നിൻ്റെ വക നിങ്ങൾക്ക് സമർപ്പിക്കുക. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കാം. യേശുവിനോട് നിങ്ങൾക്ക് പറയാം, യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റേത് മാത്രം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. സമർപ്പിക്കുകയും ജീവിതം കൊടുക്കുകയും യേശുവിനോട് വാക്ക് പറയുകയും. ഉടയവനെ, നിരത്തർക്കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. എൻ്റെ കരത്തിൽ കയറി പിടിക്കണമേ. എൻ്റെ ഭയം മാറ്റണമേ. ഡെമണിനെ മാറ്റണമേ. കർത്താവേ, ഡെത്ത് മാറ്റി, ഡേഞ്ചർ മാറ്റി, ഡെമണിനെയും മാറ്റണമേ. പിശാചിനെയും മാറ്റണമേ. ഡെമൺസിനെ നീ ശാസിച്ച് മാറ്റുവാൻ നീ ശക്തനാകുന്നുവല്ലോ. ഇപ്പോൾ എൻ്റെ മേലുള്ള ദുരാത്മ ബന്ധനങ്ങളിൽ അകറ്റുകയും ദുരാത്മ ബാധകൾ നീക്കുകയും ചെയ്യണമേ. സമർപ്പിക്കുകയും എന്നൊക്കെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അവിടെ നിങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങളെ സ്പർശിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ കൃപ ഞങ്ങളെ വലയം ചെയ്തതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊട്ടതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. അപ്പോൾ നിൻ്റെ മഹത്വങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങൾക്ക് അവസരം തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.